2023 നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്തിരുന്ന ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് 2025 അത് ആക്ടിവേറ്റ് ആക്കി ഞാൻ അതിനകത്തൊരു പോസ്റ്റ് ഇടുകയും ചെയ്തു. അത് ഓശാന ഞായറിന്റെ പോസ്റ്റ് ആയിരുന്നു. അത് ജസ്റ്റ് പെട്ടെന്ന് റീച്ച് ആവുകയും ചെയ്തു, ഒരു ദിവസം കൊണ്ട് റീച്ച് ആവുകയും ചെയ്തു. പ്ലസ് നമുക്ക് കുറച്ച് ഫോളോവേഴ്സിനെ കിട്ടി. പിന്നെ ഞാനിട്ട് ഓരോ വീഡിയോസും റീച്ചായി അതിനനുസരിച്ചുള്ള ഫോളോവേഴ്സും കിട്ടി. അങ്ങനെ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് 2300 ഫോളോവേഴ്സ് നിൽക്കുന്ന ഞാൻ ഇപ്പം നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് 6700 7000 അടുത്തൊരു ഫാമിലി. അതൊരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നില്ല. കാരണം ഇൻസ്റ്റാഗ്രാമിൽ 2019 ഞാൻ കൊറോണയുടെ സമയത്ത് കുറേ അധികം വീഡിയോസ് ഇടുമായിരുന്നു, റീൽസ് ഇടുമായിരുന്നു. പക്ഷെ അന്ന് ഒരു ഫോളോവർ കിട്ടണമെങ്കിൽ ഭയങ്കര പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് എത്ര നല്ല വീഡിയോസ് ക്രിഞ്ച് വീഡിയോസ് ആയിരിക്കും ഇപ്പോൾ അതെടുത്ത് കാണുമ്പോൾ. പക്ഷെ അന്നത്തെ ടൈമിൽ ഏത് വീഡിയോസ് ഇട്ടാലും നമ്മുടെ റീച്ച് ആവുന്നില്ല, നമുക്ക് ഫോളോവേഴ്സ് കിട്ടുന്നില്ല. അപ്പം അതൊരു എനിക്ക് ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് എനിക്ക് മനസ്സിലാവും ഫോളോവേഴ്സ് കയറുന്നത് അതൊരു ചെറിയ കാര്യമല്ല. അതിനൊരു കണ്ടന്റ് വേണം, അത് ആൾക്കാർ ഇഷ്ടപ്പെടണം, അതിന് എന്തെങ്കിലുമൊക്കെ ഫാക്ടർ വേണം. അതുകൊണ്ടാണ് നമുക്ക് ഫോളോവേഴ്സ് കയറുന്നത്. പ്ലസ് ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യണമെങ്കിൽ ഒരാളത് കണ്ട് അടുത്ത ആൾക്ക് ഷെയർ ചെയ്യണം. പ്ലസ് അല്ലെങ്കിൽ അയാൾ ഇൻസ്റ്റാഗ്രാം ഷെയർ ചെയ്യണമെങ്കിൽ പോലും അതിനൊരു ഓട്ടോമാറ്റിക്കലി ഒരാൾ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ വന്ന കുറച്ച് എന്താ പറയുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ആക്കിയപ്പോൾ എന്നെ നേരെ വലിച്ചുകൊണ്ട് പോയത് യൂട്യൂബായിരുന്നു. യൂട്യൂബിൽ ചെന്നിട്ട് ഷോർട്സ് കാണുന്ന ഒരു പരിപാടിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. യൂട്യൂബിൽ ഷോർട്സ് കണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു കാണുന്നതിൽ എന്തുകൊണ്ട് നല്ലതാണ് കുറച്ച് വീഡിയോസ്. എനിക്ക് മീൻസ് കുറേ അധികം എക്സ്പീരിയൻസ് എവിടെയൊക്കെ പോകും, എന്തെങ്കിലുമൊക്കെ ചെയ്യും, അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഓരോ ദിവസം കിട്ടാതിരിക്കത്തില്ല ഈ വീഡിയോസ് ഇടാൻ വേണ്ടി. അപ്പം നമുക്കൊരു വീഡിയോ ആക്കി പോകുന്നിടത്തെല്ലാം അങ്ങ് വീഡിയോ ആക്കി യൂട്യൂബിൽ ഇടാൻ വിചാരിച്ചു. ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്താൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ട് യൂട്യൂബിൽ ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മുടെ ഫോണിന്റെ ഇപ്പോഴും ഉണ്ട് ഫോണിന്റെ ക്ലാരിറ്റി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളെ പുറകോട്ട് വലിച്ചു. എങ്കിലും ഞാൻ വിചാരിച്ചു സാരിയിലുള്ള ഫോൺ വെച്ചിട്ട് നമുക്ക് വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. യൂട്യൂബിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയപ്പം തുടക്ക സമയത്ത് നമുക്കൊരു 46 സബ്സ്ക്രൈബർ ഞാൻ 2020 പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു റീൽ ഇട്ടിട്ടുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൊറോണയുടെ സമയത്ത് അത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 46 എത്ര ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഒന്നീ സൈഡ് കൊടുത്തേക്ക് അല്ലെങ്കിൽ പിന്നെ പിഴയിൽ ഏതെങ്കിലും വീഡിയോ അതിൽ പറയാം. അപ്പം ആ ഒരു സബ്സ്ക്രൈബറെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് വീഡിയോ സ്റ്റാറ്റസ് ഇട്ട് ആർക്ക് ഷെയർ ചെയ്ത് കൊടുത്തില്ല. വീഡിയോ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടപ്പം കുറച്ച് പേര് കയറി കണ്ടു. ലോങ് വീഡിയോ ആയിരുന്നു. പിന്നെ കുറച്ച് പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. അങ്ങനെ ആൾക്കാർ ഷെയർ ചെയ്ത് കൊടുത്തു, കുറച്ച് ഗ്രൂപ്പിലിട്ടു. അല്ലാണ്ട് പേഴ്സണലി ആർക്കും മെസ്സേജ് അയച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്ത ഒരു 10 പേരുണ്ട്. ഞാൻ അവർക്കറിയാം, ഞാൻ അയച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു 10 പേർക്കാണ് ഞാൻ അയച്ചിട്ടുള്ളത്. ആ 10 പേരിൽ 4 പേര് നമുക്ക് സബ്സ്ക്രിപ്ഷൻ തന്നില്ല. അന്ന് എനിക്ക് മനസ്സിലായി ഞാനൊരു ട്രയൽ പോലാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ബാക്കി 6 പേര് ചെയ്യത്തില്ല, വെറുതെ നമുക്ക് പറയാനുള്ളതേ ഉള്ളൂ, വെറുതെ കുത്തി നമ്മുടെ ടൈം വേസ്റ്റ് ആക്കുന്നതേ ഉള്ളൂ, നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. പക്ഷേ അപ്പോഴും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആക്റ്റീവ് അല്ല. ഇൻസ്റ്റാഗ്രാം ഞാൻ ജസ്റ്റ് ആക്ടിവേറ്റ് ആക്കി നല്ലത്, അതിനകത്ത് വീഡിയോസോ പോസ്റ്റോ ഒന്നും ചെയ്യുന്നില്ല. 2025 ഒരു ഈ സെയിം ചുരിദാർ ഇട്ടിട്ട് ഒരു പോസ്റ്റ് മാത്രം ഇട്ടിരുന്നു. വെൽക്കം 2025 എന്ന് പറഞ്ഞൊരു പോസ്റ്റ് മാത്രം ഇട്ടിരുന്നു. അപ്പം ഓശാന ആ സമയത്താണ് ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങി. ഒരു മാസം മാർച്ച് 19 ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങി യൂട്യൂബിൽ. ഏപ്രിൽ 15 ആയപ്പോഴത്തേനും ഓശാനയുടെ ഒരു ടൈം വന്നു. ഓശാന ആഴ്ചയുടെ ടൈം വന്നു. അപ്പം ഓശാനയുടെ ഞായറാഴ്ച ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ പാളയം പള്ളിയിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ആണെങ്കിൽ പോയില്ല. ഞാനും ബിബിന എന്ന് പറയുന്ന ആ വീഡിയോ എടുത്തിട്ടുണ്ട്. ബിബിന എന്ന് പറയുന്ന അവളുമായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം പോകുന്ന വഴി ഞാൻ വീഡിയോസ് എടുക്കുന്നില്ലെന്ന് വിചാരിച്ചു. കാരണം പള്ളിയുടെ ഒരു വീഡിയോ എടുത്തിട്ട് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ അധികം പേര് റീച്ച് ആവൂ മീൻസ് അങ്ങനെ ഒരു സംശയം ഉണ്ടതുകൊണ്ട്, പിന്നെ അല്ലെങ്കിൽ ജസ്റ്റ് പള്ളി ചെന്നിട്ട് ഓശാന കൂടി എന്ന് പറഞ്ഞുകൊണ്ട് ഇടാവുന്ന ഒരു രീതിയിലായിരുന്നു ഞാൻ എടുത്തുകൊണ്ട് പോയിരുന്നത്. മീൻസ് ഫോൺ കയ്യിലുണ്ടായിരുന്നു. പ്ലസ് ഞങ്ങളുടെ ഒരു പൂ വരയ്ക്കാനുള്ള ഒരു കവറും ഉണ്ടായിരുന്നു. അപ്പോൾ വഴി ഇവിടുന്ന് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഒരു കുറച്ച് വഴിയായപ്പോൾ ബിബിനോട് ചോദിച്ചു ചേച്ചി വീഡിയോ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഈ ഓശാന പള്ളി ചെന്നിട്ട് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇടാം എന്ന് പറഞ്ഞു. അപ്പം ബിബിന ചോദിച്ചു എന്നാൽ പോകുന്ന വഴിയും കൂടെ എടുക്കുക എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ശരിയല്ലേ, നമുക്ക് എന്നാൽ പോകുന്ന വഴിയും കൂടെ എടുത്തേക്കാം എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഫോൺ എടുത്ത് വീഡിയോ എടുത്തിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പോൾ അവിടെ ഒരു ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ കുറച്ച് പൂവൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ബിബിനെ നീ വീഡിയോ എടുക്ക്, ഞാൻ ഈ പൂ പറിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പൂ പറിച്ച് അതിന്റെ വീഡിയോയും പ്ലസ് ഓശാനയുടെ വീഡിയോയും അവിടെ ചെന്നപ്പോൾ ഓശാനയുടെ ശുശ്രൂഷ തുടങ്ങിയിട്ടില്ല. ഓശാനയുടെ ശുശ്രൂഷയുടെ പാട്ടൊക്കെ വെച്ചിട്ട് ഞാനൊരു ചെറിയ വീഡിയോ ഇവിടെ വന്നിട്ട് ഒരു 11 മണിയായപ്പോഴത്തേക്ക് സെറ്റ് ചെയ്ത് 11 മണിക്കാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. കാരണം ഞായറാഴ്ച ആണല്ലോ, ആൾക്കാർ ഞായറാഴ്ച എന്ന് കാണുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ലക്ക് പരീക്ഷിച്ച് ഞാൻ ഇന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ റീച്ചില്ലായിരുന്നു. യൂട്യൂബിൽ ഒരു 1K 2K എന്താണ്ട് 1K ആണെന്ന് തോന്നുന്നു ആ വീഡിയോ പോയുള്ളൂ. അപ്പം എൻ്റെ ഒരു കസിൻ അമ്മയുടെ ചേട്ടത്തിയുടെ മോടെ ഭർത്താവ് ലിജോ എന്ന് പറയുന്ന അച്ഛൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നല്ല വീഡിയോ, നീ ഒരു കാര്യം ചെയ്യും, ഓൺ വോയിസ് കൊടുത്തേക്കുന്ന വീഡിയോയും നല്ലതാണ്, ഓൺ വോയിസ് കൊടുത്തത് നല്ലതാണ് ചെയ്തേക്കുന്നത്, നീ ഒരു കാര്യം ചെയ്യാം, ആ വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാകുമ്പം മീൻസ് എന്ത് വീഡിയോ യൂട്യൂബിൽ ഇട്ടത് അത് വൈറലായിട്ട് ഇൻസ്റ്റാഗ്രാമിലും കൊണ്ടു. അപ്പം എവിടെയെങ്കിലുമൊക്കെ വന്നിട്ട് യൂട്യൂബിൽ വീണോളൂ, ഇൻസ്റ്റാഗ്രാം വഴിയും കുറച്ച് കിട്ടും, വന്നിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു അല്ലയോ ശരി അച്ഛൻ എന്നാൽ ഞാൻ ഇട്ടേക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു. അന്നേരം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തു 1 മണിക്കൂറായപ്പം ഒരു 4000-3000 പെട്ടെന്ന് കയറി വ്യൂസ് പ്ലസ് ലൈക്കും കയറുന്നുണ്ട്. ഇനി ഒരു മണിക്കൂർ 2 മണിക്കൂറും ആ ഒരു ദിവസത്തിന്റെ അവസാനമല്ല ഒരു ഉച്ചരയൊക്കെ ആയപ്പോഴത്തേന് എനിക്ക് അറിയാത്തവർ വന്നിട്ട് കമന്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് എന്റെ ഫോളോവേഴ്സ് അല്ലാത്തവർ വന്നിട്ട് കമന്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഒരു പെട്ടെന്നാണ് ഒരു 10K വ്യൂസ് ആയത്. പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേനും അത്യാവശ്യം നല്ല റീച്ച് ചെയ്തു. ഒരു 20K വ്യൂസ് കിട്ടി, പ്ലസ് ഒരു 1000 ലൈക്ക് കിട്ടി. ബാക്കി അതിന്റെ
കമന്റ് അറിയാത്തവരൊക്കെ വന്നിട്ട് ആ നല്ല വീഡിയോ നല്ല അത് ഞാൻ പറയാം കേട്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ട് കുറെ കമന്റ് കൂടെ വന്നപ്പോഴത്തേന് ആ വീഡിയോ റീച്ച് ആയി. പിന്നെ അതിനകത്ത് തന്നെ 10-നും 50-നും ഇടയ്ക്ക് കുറച്ച് 10-നും 50-നും അല്ല 50-നും 100-നും ഇടയ്ക്ക് കുറച്ച് ഫോളോവേഴ്സും കയറി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഈ ഫോളോവേഴ്സ് കയറിയേക്കുന്നത് ഇതേലത്തെ വീഡിയോസ് കാണാനായിരിക്കും, ഓൺ വോയിസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അന്നേരം ഓശാന കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത കണ്ടന്റ് ഇല്ല. മീൻസ് തിങ്കൾ ചൊവ്വ ബുധൻ എനിക്കിവിടെ ക്ലാസ്സിന് പോകണം, അപ്പോൾ എനിക്ക് സമയമില്ല. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ പെസയുടെ ഒന്നും എനിക്ക് അവധിയില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, വീട്ടിലോട്ട് അങ്ങ് പോയി. വ്യാഴാഴ്ച ബുധനാഴ്ച ആയപ്പോഴത്തേന് വീട്ടിൽ പോയി. വ്യാഴാഴ്ച രാവിലെ 2:30 സിറ്റുവേഷൻ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി വ്യാഴാഴ്ച രാവിലെ പെസഹ കൂടിയിട്ട് എനിക്ക് ഭയങ്കര മടി. പള്ളിയിലിരുന്ന് എനിക്ക് വീഡിയോ എനിക്ക് ഫോൺ പൊക്കാൻ വയ്യ, കാരണം എനിക്ക് വയ്യ. പള്ളിയിൽ എങ്ങനെ ഇരുന്ന് അത്രയും നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. പള്ളിയിൽ പൊക്കണമെന്നാണ് ഞാൻ ഇങ്ങനെ പൊക്കാതെ ഇങ്ങനെ പിടിച്ചിട്ടാണ് എൻ്റെ തല പുറകെ നിൽക്കുന്നവർക്ക് എൻ്റെ തലയുടെ മേലെ പോരും. ഞാൻ എനിക്ക് അതിനനുസരിച്ച് തല പൊക്കി ആ വീഡിയോ എടുത്ത് പിന്നെ വെളിയിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ ഞാൻ എന്ത് എനിക്ക് വേറെ ആരെങ്കിലും എന്തെങ്കിലും വന്നിട്ട് പറഞ്ഞാലോ എന്ന് ഒത്തിരി ഞാൻ അമ്മയും അനിയത്തിയും പിന്നെ എനിക്ക് അറിയാവുന്ന കുറച്ച് ചേച്ചിമാരെ ആന്റിമാരെ മാത്രം എടുത്ത് വെച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സിനെയും എടുത്തിട്ട് മാത്രം ആ വീഡിയോ ചെയ്തു. വീഡിയോ ചെയ്തപ്പം പെസഹയുടെ ആ ഒരു ദിവസം അത് റീച്ച് ആയില്ല. അത് റീച്ചായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 പോലും കയറിയില്ല. പക്ഷെങ്കിൽ പെസഹയുടെ വൈകുന്നേരം, പെസഹ രാവിലെ വന്നിട്ട് രാത്രി ആ സമയമായപ്പോഴത്തേന് പെസഹയുടെ വീഡിയോ ഓശാനയുടെ വീഡിയോ കാട്ടി മണ്ടേ പോയി 56K വ്യൂസ് വന്നു, 2000 സംതിങ് ലൈക്സ് വന്നു, കമന്റ് ഇഷ്ടം പോലെ വന്നു. കമന്റ് തുരുത്തുരാന്ന് വന്നു. അന്നേരം ഞാൻ വിചാരിച്ചു പിന്നെ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിൽക്കുന്നത് ദുഃഖവെള്ളിയുടെ വീഡിയോ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഈ പെസഹായും ഓശാന എടുത്ത പോലെ നമ്മുടെ ദുഃഖവെള്ളിയുടെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ ദുഃഖവെള്ളിയുടെ ഒക്കെ വീഡിയോ എങ്ങനെ എടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ നമുക്ക് തന്നെ ഒരു ഇതുണ്ടല്ലോ, ദുഃഖവെള്ളിയുടെ വീഡിയോ ചെന്നിട്ട് എടുക്കാൻ ഒരു മടിയുണ്ട്. അപ്പോൾ ദുഃഖവെള്ളിയുടെ വേണ്ടാന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ചെന്നിട്ട് ഞാൻ ജസ്റ്റ് എന്താ ചെയ്തു, ശുശ്രൂഷയുടെ മാത്രം വീഡിയോ എടുത്തു. അതായത് ഓരോ ശുശ്രൂഷകളുടെ വീഡിയോ എടുത്തിട്ട് ഞാൻ വിചാരിച്ചാൽ പിന്നെ അതിനൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കഞ്ഞി ആ കുടിക്കുന്ന ഭാഗം, അതായത് ആ ഒരു വോയിസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ വോയിസ് ഞാൻ കുറച്ച് കാമായിട്ടാണ് വന്നേക്കുന്നത്. അതായത് ഓശാനയും എൻ്റെ കണ്ണിങ്ങോട്ടാണ് പോയത് ക്യാമറ ഇവിടെ, എൻ്റെ ഓശാനയുടെയും പെസഹയുടെയും വീഡിയോയ്ക്ക് വോയിസ് കൊടുത്ത പോലെയല്ല ദുഃഖവെള്ളിക്ക് കൊടുത്തേക്കുന്നത്. ദുഃഖവെള്ളിക്ക് കുറച്ച് കാമായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പം അതിനനുസരിച്ച് എനിക്ക് കൊടുക്കാൻ തോന്നിയുള്ളൂ. ഞാൻ വന്നു, വോയിസ് കൊടുത്തു. കഞ്ഞിയുടെ ആ ഒരു സെക്ഷൻ വന്നപ്പോഴത്തേനും മാത്രം കുറച്ച് പുഷ് കൊടുത്തിട്ട് ഞാൻ ആ സാധനം ചെയ്തു. അത് റീച്ച് കിട്ടിയത് ഒരു 23 അല്ല, അതിന് റീച്ച് കുറവായിരുന്നു ശരിക്കും. ബാക്കി 2 വീഡിയോസിനെ അപേക്ഷിച്ച് ആ റീച്ച് കുറവായിരുന്നു. അപ്പോൾ എനിക്ക് അത് വലിയ ഇതൊന്നും തോന്നിയില്ല. എനിക്ക് അറിയാമായിരുന്നു ആ വീഡിയോസിന് അത്രേ കിട്ടത്തുള്ളൂ. പിന്നെ എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് ആരും നെഗറ്റീവ് കമന്റ് ഇടല്ലേ എന്നുള്ളത്. അതായത് വെള്ളിയാഴ്ച എന്നിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് എങ്ങനെ തോന്നി എന്നൊന്നും പറഞ്ഞിട്ട് നെഗറ്റീവ് കമന്റ് ഇടല്ലേന്നായിരുന്നു. പക്ഷേ അതിൻ്റെ വന്നേക്കുന്നതെല്ലാം പോസിറ്റീവ് കമന്റ്. കാരണം പറഞ്ഞേക്കുന്നില്ല നമ്മുടെ ശുശ്രൂഷ ഒന്ന് എടുത്ത് കാണിച്ചല്ലോ, നമ്മുടെ ശുശ്രൂഷ ആൾക്കാരിലേക്ക് കൂടുതൽ എത്തിച്ചല്ലോ, ദുഃഖവെള്ളിയുടെ ഓരോന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സന്തോഷം തോന്നി. കാരണം ഞാൻ അങ്ങനെ ആ ഒരു ലിമിറ്റ് വെച്ചിട്ടായിരുന്നു ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ആലോചിക്കണം, ഞാൻ ഒരു വർഷങ്ങൾക്ക് മുമ്പേ തുറതുറ എന്നും വീഡിയോ ഇടും, ഒരേ സമയം ഇടും. ഒരു 2 മന്ത് കണ്ടിന്യൂസ് ഇട്ടിട്ടും നമുക്ക് കയറിയ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 1000 കൂടുതലല്ല, അത്രേ കയറിയിട്ടുള്ളൂ. അതുപോലെ തന്നെ തിരിച്ചിറങ്ങി പോവുകയും ചെയ്തു. നമ്മൾ വീഡിയോ ഡീആക്ടിവേറ്റ് ചെയ്തിട്ടപ്പോൾ തന്നെ തിരിച്ചിറങ്ങി പോവുകയും ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ട് ആയിരുന്നു എൻ്റേത്. അപ്പോൾ അങ്ങനെ കിടന്ന അക്കൗണ്ടിൽ 4-5 ദിവസത്തെ ഇടവേളയ്ക്ക് വീഡിയോ ഇട്ടിട്ട് അത് റീച്ച് ആവുന്നുണ്ട്. അപ്പം നല്ല ആ ടൈമിൽ ഫോളോവേഴ്സും കിട്ടി. അപ്പം പിറ്റേന്ന് വരുന്നത് ഈസ്റ്റർ, ദുഃഖശനിയുടെ ഞാൻ വീഡിയോ എടുത്തില്ല. ഞാൻ പള്ളി പോയിരുന്നു, പക്ഷേ വീഡിയോ എടുത്തില്ല. ഈസ്റ്ററിന്റെ വീഡിയോ ഇടാന്ന് വിചാരിച്ചു. കാരണം ദുഃഖവെള്ളിയുടെ കൂട്ട് തന്നെയാണ് ദുഃഖശനിയും നമ്മൾ പറയേണ്ടതും എടുക്കേണ്ടതും. അപ്പം ഞാൻ വിചാരിച്ചു അത് എടുക്കേണ്ട ആവശ്യം നമുക്ക് ഈസ്റ്റർ എടുക്കാം. ഈസ്റ്റർ നമുക്ക് കുറച്ച് ഹാപ്പി സന്തോഷത്തിൽ പറയാലോ എന്ന് വിചാരിച്ചിട്ട് ഈസ്റ്ററിന്റെ വീഡിയോ എടുത്തു. പക്ഷേ ഈസ്റ്ററിന്റെ തലേ ദിവസം ഓമറിയാമ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പാട്ട്, ഒത്തിരി ഇഷ്ടം. അത് ഞാൻ കുറേ പേര് എൻ്റെ വീഡിയോസ് യൂട്യൂബിൽ കണ്ടവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫ്രണ്ട്സ്, ഫാമിലി അങ്ങനെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ അമ്മയെ പാടുമല്ലോ, അപ്പം എല്ലാവരും പാടും, പപ്പ ഒഴിച്ചെല്ലാവരും പാടും. പപ്പയെ ഞാൻ ഒരു ദിവസം സ്ക്രീനിൽ കൊണ്ട് ഞാൻ പാട്ട് പാടാൻ വേണ്ടി, അപ്പം പപ്പ ഒഴിച്ച് ബാക്കി എല്ലാവരും അങ്ങനല്ല കേട്ടോ, അപ്പോൾ ബാക്കി എല്ലാവരും പാടുമല്ലോ, അപ്പം നിങ്ങളൊരു പാട്ട് അങ്ങ് പാടിയിടാം. അപ്പം ഞാൻ വിചാരിച്ചാൽ പിന്നെ ഈസ്റ്ററിന്റെ തലേ ഓമറിയാമ പാടിയിടാം, മലയാളം പാടിയിടാന്ന് വിചാരിച്ചു. ഓമറിയാമ ഞാൻ അമ്മയെ പാടി, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അമ്മേ സുറിയാനി കേൾക്കണം, നല്ല രസം, എന്ത് രസം സുറിയാനി. ഞങ്ങൾ കല്യാണക്കാർ, ഞാനും അമ്മ കല്യാണക്കാർ പോകുമ്പോഴും നമുക്ക് സുറിയാനി കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, സുറിയാനി പാടാനും ഭയങ്കര ഇഷ്ടം. അതുപോലെ തന്നെ ഞാൻ വിചാരിച്ചാൽ അമ്മ സുറിയാനി നല്ല രസം, നമുക്ക് അതൊന്ന് പാടിയാലോ, അതൊന്ന് ട്രൈ ചെയ്താലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചെറിയ ട്രൈപോഡ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ആ ട്രൈപോഡ് എടുത്തിട്ട് സൈഡിൽ വെച്ചിട്ട് ഞാൻ ആ ഫോൺ അമ്മ ഇവിടെ സെറ്റ് ചെയ്താൽ കൊള്ളാമോ നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ സെറ്റ് ചെയ്തിട്ട് ഞാനത് ഓൺ ആക്കിയിട്ടിരുന്നു. അപ്പം ക്യാമറ അവിടെ ഉണ്ടെന്ന് അറിയാം, പക്ഷേ വീഡിയോ ഓണാന്നുള്ള കാര്യം ഞങ്ങളുടെ അമ്മ ചില സമയത്ത് ഓണാന്നറിയാം, പക്ഷേ ബാക്കിയുള്ള ടൈമിൽ പ്രാക്ടീസ് സമയത്ത് ഓണാന്നുള്ള കാര്യം ഞങ്ങളുടെ അമ്മ ശ്രദ്ധിച്ചില്ല. അപ്പം വായത്തൊന്നൊക്കെ വിളിച്ച് പറഞ്ഞു. കുറച്ച് ബിഹൈൻഡ് ദ സീൻസും ആ പാട്ടും എല്ലാം കൂടി ഇട്ടിട്ട് ഞാനൊരു 10-11 മണിയോടെ എടുത്തപ്പം ഞാൻ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചു. അമ്മ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് കണ്ടിട്ട് പറഞ്ഞു ഇതൊന്നും അപ്ലോഡ് ചെയ്യരുത്, ഇത് നാട്ടുകാരെല്ലാം കൂടെ പഠിക്കും, നീ അടങ്ങിയിരിക്കുക, അപ്ലോഡ് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ഫേസ്ബുക്കിൽ നിന്ന് അതങ്ങ് ഡിലീറ്റ് ചെയ്തു. ഈ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്യുമ്പോൾ ഫേസ്ബുക്കിലോട്ടും പോകും. ഫേസ്ബുക്കിൽ നിന്ന് ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു 10 മിനിറ്റ് ഞാനൊരു 10 മിനിറ്റ് ഇട്ടിട്ട് ഒരു നമ്മുടെ മീൻസ് ഒരു ഫോളോവേഴ്സ് ഒരു 3000 പേരായിരുന്നു അപ്പോഴത്തേന്. ആ ടൈമിൽ ആ 3000 പേര് കണ്ടിട്ട് ഞാനതങ്ങ് ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അന്നേരം 10 മിനിറ്റ്, അന്നേരം അമ്മ 10 മിനിറ്റ് അതിൽ കൂടുതൽ ഇട്ടേക്കരുത്. ഓക്കെ 10 മിനിറ്റ് ആയപ്പം എനിക്ക് ശനിയാഴ്ച നമ്മുടെ ഓശാനയ്ക്കും പെസഹയ്ക്കും ദുഃഖവെള്ളിക്കും ഒക്കെ കിട്ടിയതിനെക്കാട്ടിൽ ഇരട്ടി ഒരു ചെറിയ ടൈം കൊണ്ട് ആ വീഡിയോ റീച്ചായി. ഭയങ്കര റീച്ചായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇട്ടുടനെ ഒരു മണിക്കൂറിനുള്ളിൽ 10,000 കയറി, വ്യൂസ് കയറി, 20,000 കയറി, 30,000 കയറി. പിറ്റേ ദിവസം ആയപ്പോഴത്തേനും 30-50 അടുത്തു വ്യൂസ്. പിറ്റേ ദിവസം അതായത് ഒരു 4-5 മണിക്കൂർ രാത്രിയാണ് നോക്കണം, രാത്രിയുടെ ആ ടൈമിലും നമ്മുടെ വീഡിയോ റീച്ച് ആയപ്പം ഞാൻ പറഞ്ഞു ഇനി ഡിലീറ്റ് ചെയ്യുന്നില്ല. ഞങ്ങളുടെ പറഞ്ഞു എനിക്ക് നാട്ടുകാരെ നോക്കാനുള്ളതാ, അതായത് എല്ലാവരോടും എന്തെങ്കിലുമൊക്കെ പറയും, നീ മര്യാദ കണ്ടിട്ട്. ഞാൻ പറഞ്ഞു ഇല്ല, ഞാനത് കുഴപ്പമൊന്നുമില്ല, എൻ്റെ അല്ലാതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അതൊക്കെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും പറയുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട്
ഞാൻ ആ വീഡിയോ അവിടെ ഇട്ടിരുന്നു. പക്ഷേ ആ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് നമുക്ക് കിട്ടിയ ഫോളോവർ എന്ന് പറയുന്നത് 1000-ോടടുത്ത് ഫോളോവേഴ്സ് ആ ഒരൊറ്റ വീഡിയോ കിട്ടി. എനിക്ക് ഇൻസൈറ്റ് നോക്കിയിട്ടാണ് എനിക്കത് മനസ്സിലായത്. ആ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഫോളോവർ എന്ന് പറയുന്നത് 1000-നോടടുത്തായിരുന്നു. പിറ്റേ ദിവസം ഞാൻ ഒന്നും നോക്കിയില്ല, ഈസ്റ്ററിൻ്റെ വീഡിയോ ഇട്ടു. പ്ലസ് ആ പാട്ടിൻ്റെ പോർഷൻ ഹൈലൈറ്റ് ചെയ്ത് ഞാനൊരു വീഡിയോ ഇട്ടു. ഹൈലൈറ്റ് ചെയ്യാൻ കാരണം എനിക്ക് ആ പാട്ടും പോർഷനും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു വീഡിയോ ഞാൻ ഇട്ടു. അതിനും 100K, മറ്റേത് 100K ആയിരുന്നു ആ ടൈമിൽ. 200 ആയി. അമ്മയുടെ തലേദിവസം ഇട്ടിരുന്നത് 200-നോട് അടുത്തപ്പം ഈസ്റ്ററിൻ്റേത് 100K വ്യൂസിനോട് അടുത്തു. അമ്മയുടെ ലൈക്ക് എന്ന് പറയുന്നത്, അമ്മയുടെ ആ ഒരു വീഡിയോ ഇട്ട ലൈക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ 30Kയോട് അടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ 10Kയിൽ പുറത്തു പോയി. നമ്മുടെ ഈസ്റ്ററിൻ്റെ വീഡിയോ വന്ന സമയത്ത് 10K ആ ഒരു ലൈക്ക് തന്നെ ആയി. അപ്പോൾ ഈസ്റ്ററിൻ്റെ വീഡിയോ അത്യാവശ്യം റീച്ച് ആയി. ഈസ്റ്ററിൻ്റെ വീഡിയോയിൽ നിന്നും എനിക്ക് അത്യാവശ്യം ഫോളോവേഴ്സും കയറി. പക്ഷേ ഇതിനിടയ്ക്ക് നമുക്ക് വന്നൊരു സങ്കടമല്ല, എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും. നമുക്ക് ഒത്തിരി അറിയാവുന്നവർ നമുക്ക് വന്നിട്ട് ഒരു കോംപ്ലിമെന്റോ കാര്യങ്ങളോ ഒന്നും തരുന്നത്, നമ്മൾ ഈവൻ വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് പോലും അവർ അറിയാത്ത മട്ടിൽ ഇങ്ങനെ നടക്കും. നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ അറിയാത്ത കുറേ പേര് വന്നിട്ട് നല്ല നല്ല കോംപ്ലിമെന്റ്സ് നമുക്ക് തരും. എനിക്ക് കിട്ടിയത് ഏറ്റവും നല്ല കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എൻ്റെ വോയിസ് നല്ലതാണെന്ന് കോംപ്ലിമെന്റ് ആയിരുന്നു കിട്ടിയത്. പക്ഷേ ശരിക്കും ഞാൻ ഇങ്ങനെ നിന്ന് സംസാരിക്കുമ്പം ഉള്ള വോയിസ് അല്ല, ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചെയ്യുന്നത് കുറച്ചൊരു മോഡ് മാറ്റിയിട്ടായിരിക്കും വോയിസ് കൊടുക്കുന്നത്. പ്ലസ് കുറച്ച് എന്തെങ്കിലും ഒരു കുറച്ച് വേർഡ്സ് അതിൻ്റെ ട്രിക്കി ആയിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കുമ്പോഴും ആ വോയിസിന് കുറച്ചുകൂടെ എന്തെങ്കിലും തോന്നുന്നു. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടായിരിക്കാം ആ വീഡിയോസിൽ വോയിസ് നല്ലതാ, പറയുന്ന രീതി, നറേഷൻ നല്ലതാണെന്ന് ആൾക്കാർ പറഞ്ഞത്. അങ്ങനെ കുറേ പേര് വന്നു തുടങ്ങി. പള്ളിയിൽ ഓൾമോസ്റ്റ് എല്ലാവരും വന്ന് പറഞ്ഞു. പിന്നെ പറയാത്തവരുണ്ട് കേട്ടോ. ഈ സമയത്തൊക്കെ ഞാൻ ഈ സെയിം കണ്ടന്റ് യൂട്യൂബിൽ ഇടുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഒരു റീച്ചും കിട്ടില്ല. എൻ്റെ അമ്മയുടെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടില്ല, കാരണം അതിന് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. കാരണം ഒരു യൂട്യൂബിൻ്റെ വീഡിയോ, ഒരു ബഹനാനച്ച് എന്ന് പറയുന്ന അച്ഛൻ പാടിയിട്ടുള്ള വീഡിയോ ആയിരുന്നു ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് മീൻസ് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അതുകൊണ്ട് ഞാൻ ആ സാധനം യൂട്യൂബിൽ കൊടുത്തിട്ടില്ലായിരുന്നു, ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഈസ്റ്ററിൻ്റെ 100K ഇവിടെ ആയെങ്കിൽ അവിടെ എനിക്ക് കിട്ടിയത് 1K ആണ്. യൂട്യൂബിൽ കയറിയിട്ടില്ല, റീച്ച് കയറിയിട്ടില്ല. അപ്പം ഞാൻ എന്തായാലും ഇവിടെ പോട്ടെന്ന് വെച്ചിട്ട് യൂട്യൂബിൽ ഞാൻ കുറേ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. യൂട്യൂബിൽ ചവറുകളെല്ലാം ഞാൻ ഇങ്ങനെ ഇറക്കുന്നുണ്ടായിരുന്നു, കാരണം നാരങ്ങവെള്ളം ഉണ്ടാക്കുന്നത് വരെ ഞാൻ യൂട്യൂബിൽ. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ്സ് ആണ് കീപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇടാനുള്ളത്. നമുക്ക് പള്ളിയിൽ നിന്ന് പ്രൊമോഷൻസ് വന്നു. പള്ളിയുടെ പെരുന്നാൾ നടക്കുന്ന ഒരു മെയ് മാസം എന്ന് പറയുന്ന പെരുന്നാൾ, ദിവസയുടെ പെരുന്നാൾ നടക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് നമുക്ക് പ്രൊമോഷൻസ് വന്നു. പ്രൊമോഷൻസ് വന്നപ്പോൾ ഞാൻ അത് പോയി ചെയ്തു. അത് ചെയ്തപ്പോഴും നമുക്ക് പിന്നെ ഒരു മത്സരം വന്നു, അത് അവിടെ പങ്കെടുത്തു. അങ്ങനെ കുറേ സാധനം നമ്മൾ ജസ്റ്റ് നമ്മുടെ അക്കൗണ്ട് ഫുള്ള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പള്ളി റിലേറ്റഡ് ആയി ഇങ്ങനെ വന്നു. പക്ഷേ അത് നല്ലതായിരുന്നു. അതിൽ ഞാൻ വീണ്ടും ഈ കണ്ടന്റ് തന്നെ ഞാൻ ചെയ്യുകയും ചെയ്യും. പക്ഷേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം ഞാൻ യൂട്യൂബ് തുടങ്ങിയത് അതിനല്ലല്ലോ, നമ്മൾ വേറൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ യൂട്യൂബ് തുടങ്ങിയത്. അപ്പോൾ അത് എന്തെങ്കിലും ഇവിടെ ഇട്ടാലും അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് കണ്ടന്റ് വ്യത്യാസമായിട്ട് ചെയ്യണം. അപ്പോഴത്തേനും നമ്മുടെ ഇതെന്ന് പറയുന്നത് ഒരു 4Kയിലായിരുന്നു നിന്നിരുന്നത്. 4K 2000 ഫോളോവേഴ്സ് ആ സമയം കൊണ്ട് നമുക്ക് കൂടി. പ്ലസ് ഇടുന്ന വീഡിയോസ് എല്ലാം ഒരു 30K 20K എങ്ങനെ പോയാലും 10K എന്തായാലും കയറുന്നുണ്ട്. പിന്നെ അത് ഗ്രാജുവലി ഒരു 4-7 ദിവസം കഴിയുമ്പോഴത്തേന് 30K 50K അടിക്കുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് അറിയത്ത് പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷേ അവരിൽ ഒരു 10-15 പേര് എപ്പോഴും നമ്മുടെ ഇനി ഫ്ലോപ്പായ കണ്ടന്റ് ആണെങ്കിൽ പോലും എപ്പോഴും വന്നിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കമന്റ് ഇടുന്നത്. കമന്റ് സെക്ഷന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എനിക്ക് മനസ്സിലായി. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അൽഗോരിതം ഇൻക്രീസ് ചെയ്തെടുക്കാൻ നമ്മുടെ കമന്റ് സെക്ഷനിൽ നല്ലൊരു പങ്കുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് കമന്റ് ഇടുകയും നമ്മുടെ ജസ്റ്റ് ആൾക്കാരുണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതല്ല ആൾക്കാർ വന്നിട്ട് കണ്ട് കമന്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരോട് ഞാൻ ഇന്നും കടപ്പെട്ടിരിക്കും. കാരണം അവർ ഏത് വീഡിയോ ഇട്ടാലും, ഞാൻ ഫ്ലോപ്പായ വീഡിയോ ഇട്ടാലും അവർ വന്നിട്ട് കമന്റ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് ഒരു സ്മൈലി അതിൻ്റെ തീരുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഫ്രണ്ട്സ് തിരിഞ്ഞു നോക്കുന്നില്ല. നമുക്ക് അവർ ഫുൾ ടൈം ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഫുൾ ടൈം നമ്മുടെ കാണുന്നുണ്ട്. നമ്മുടെ വ്യൂസിൽ ലൈക്സിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര പേര് കാണുന്നുണ്ട്, എടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ലൈക്ക് ചെയ്യാതെ ഇടുക, ലൈക്ക് കമന്റ് ചെയ്യാതെ ഇടുക, എന്തെങ്കിലും അങ്ങനെ നിർബന്ധമല്ല. എൻ്റെ ഇത് കാണണമെന്ന് നിർബന്ധമല്ല. പക്ഷേ നമ്മൾ ഒത്തിരി അടുത്ത് നിൽക്കുന്നവർ പോലും നമുക്ക് അങ്ങനെ സപ്പോർട്ട് തരാതിരിക്കുന്നിടത്ത് നമ്മൾ ഒട്ടും അറിയാത്തവർ വന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷം. അങ്ങനെ വളർന്നൊരു ഫാമിലിയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫാമിലി എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് +2 വഴുത്തിരുവായിരുന്നു, അതിട്ടു, അതും നല്ല റീച്ച് ആയിട്ടു. പിന്നെ ഒത്തിരി ഇടണം, എൻ്റെ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇടണമെന്ന് ആഗ്രഹിച്ചൊരു കണ്ടന്റ് ആയിരുന്നു. ഞാൻ കൊയർ പാടാൻ പോകുമ്പോഴത്തെ കല്യാണ വീഡിയോസിന്റെ കണ്ടന്റ് അത് അങ്ങനെ ഇടണമെന്നും അല്ലായിരുന്നു, ഞാൻ ഇട്ടേക്കുന്ന രീതിയിൽ ഇടണമെന്നും അല്ലായിരുന്നു, കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് ഇടണമെന്നും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്ന് 2 കല്യാണം വന്നതുകൊണ്ടും ഭയങ്കര റഷ് ആയതുകൊണ്ടും ഞാൻ ആ വീഡിയോസ് ആ ഒരു കാണുന്ന രീതിയിൽ ഞാൻ അതിനെ എഡിറ്റ് ചെയ്തിട്ടു. അതിന് കിട്ടിയതിൽ വെച്ചിട്ട് നല്ല റീച്ച് കിട്ടി. ആ അമ്മയും ഞാനായിട്ട് പാടുന്ന വീഡിയോ അത്രയും കിട്ടിയില്ലെങ്കിൽ പോലും നല്ല എൻഗേജ് ആയിട്ട് നിർത്താൻ പറ്റിയൊരു വീഡിയോ ആയിരുന്നു അതിൽ നിന്നും നമുക്ക് ഫോളോവേഴ്സ് വന്നു. പിന്നെ ആ കല്യാണത്തിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പാട്ട് ഇട്ടപ്പോഴും പാട്ടിന്റെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, സത്യമായിട്ടും എൻ്റെ അക്കൗണ്ടിൽ പാട്ടിന് റീച്ച് കിട്ടുമെന്ന് ഞാൻ ജന്മത്തിൽ പോലും വിചാരിച്ചില്ല. കാരണം പാട്ട് പാടിയാൽ പാട്ട് വേറെ പാടുന്ന കേട്ട് കഴിഞ്ഞാൽ ഞാൻ സ്ക്രോൾ ചെയ്ത് വിടത്തുള്ളൂ. ഞാൻ പാട്ടിന്റെ ഒരു ആരാധകയല്ല, പാട്ട് പാടുന്നത് കേൾക്കാൻ ഒരു ആരാധകയല്ല, ഞാൻ അങ്ങനെ കേൾക്കത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പാട്ട് ആൾക്കാർ ഇങ്ങനെ ആയിരിക്കും സ്ക്രോൾ ചെയ്ത് കളയും. പക്ഷേ ആ ഒരു പാട്ട് ഭയങ്കരമായിട്ട് റീച്ചായി, ആൾക്കാർ എടുത്തോട്ട് റീച്ചായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടുന്ന വീഡിയോസ് എല്ലാം റീച്ച് ആവുന്നുണ്ട്. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, സത്യമായിട്ട് എനിക്കറിയത്തില്ല. പക്ഷേ ഇടുന്ന വീഡിയോസ് ഒക്കെ റീച്ച് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം വളർന്നു വന്നത്. ഇൻസ്റ്റാഗ്രാം വളർന്നു വന്നതിൽ ഏറ്റവും വലിയ പങ്കുള്ളത് എൻ്റെ നോൺ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ. അവർ ഫോളോ ചെയ്യുന്നില്ലെങ്കിലും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇപ്പം എൻ്റെ ഫീൽഡിൽ ഞാൻ ഒരാളെ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ പോലും അയാളുടെ പോസ്റ്റ് നമ്മുടെ ഫീൽഡിൽ വരാറുണ്ട്. കാരണം ഞാൻ ആ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ ഞാൻ ഫോളോ ചെയ്യാറില്ല ചില സമയം. ഒരു വീഡിയോ മീൻസ് ഒരു വീഡിയോ ആയിരിക്കും ചിലപ്പോൾ അയാളുടേത് വൈറലായിട്ടുള്ളത്, ബാക്കിയുള്ള വീഡിയോസ് ഒട്ടും മീൻസ് നല്ലതായിരിക്കും. അപ്പോൾ കണ്ടന്റ് വെച്ച് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള അക്കൗണ്ട് ഞാൻ ഫോളോ ചെയ്തിരുന്നാലും പക്ഷേ രണ്ടാമത് അയാളുടെ അക്കൗണ്ട് ഇട്ടേക്കുന്ന വീഡിയോസ് നമുക്ക് വരും. സെയിം സിറ്റുവേഷൻ എൻ്റെ അക്കൗണ്ടിൽ നിന്നും ആൾക്കാർക്ക് പോകുന്നുണ്ട്. ആ വീഡിയോസ് ആൾക്കാർ കാണുന്നുണ്ട്, എൻഗേജ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഫോളോവേഴ്സ് കാണുന്നുണ്ട്, മീൻസ് അൺഫോളോ ചെയ്യാത്തവരും കാണുന്നുണ്ട്, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർ ലൈക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വളർന്നു വരുന്നില്ല, പിച്ച വെച്ച് ഞാൻ വളർന്നു വരുന്നതേ ഉള്ളൂ. വളർന്നു വരുമ്പോൾ നമുക്ക് കൂടുതൽ കാണാം. പിന്നെ
അപ്പോൾ ഇങ്ങനെയായിരുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത്. പ്ലസ് സ്റ്റിൽ നമ്മുടെ യൂട്യൂബ് വളരാത്തൊരു മരമായിട്ട് ഇങ്ങനെ നിൽക്കുക. കാരണം നമ്മുടെ ലോങ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ല. യൂട്യൂബിൽ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ത്രാണിയോ ശേഷിയോ എനിക്കില്ല, സമയമില്ല എനിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ. പിന്നെ ഷോർട്സ് ആണെങ്കിലും ഇടുന്നത് അതിന്റെ ഒരു രീതിക്ക് ഇടണമെങ്കിൽ ടൈം ടേക്കിംഗ്. അതായത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് വിട്ടാൽ മാത്രം മതി. അത് ടൈം നോക്കാൻ എടുക്കുന്നതാണ് നമുക്ക് അപ്ലോഡ് ചെയ്ത് വിടുന്നത് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ യൂട്യൂബിൽ റീച്ച് ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഹാഷ്ടാഗ്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കണം. പക്ഷേ അതുകൊണ്ട് എനിക്ക് നോക്കാൻ വരുന്നില്ല. യൂട്യൂബിൽ ഇപ്പം ചെയ്യുന്നത് 2025 മാർച്ച് ഏപ്രിലിൽ ഞാൻ ചെയ്തത് യൂട്യൂബിൽ ചെയ്ത വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം ആണെങ്കിൽ ഇപ്പം നേരെ മാറി. ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ വെറുതെ എടുത്തിട്ട് യൂട്യൂബിലിടും. ഇതാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി. എനിക്ക് ഒത്തിരി താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ സ്ട്രേഞ്ചേഴ്സിനോട്. അവർ ഭയങ്കരമായിട്ട് നമുക്ക് കോംപ്ലിമെന്റ്സും നമുക്ക് അതേപോലെ തന്നെ സപ്പോർട്ടും തരുന്നുണ്ട്. കാരണം കുറേ പേര് വന്നിട്ട് പറഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ സ്ട്രോങ് ആക്കുകയും എനിക്ക് കുറച്ചുകൂടെ എന്താ പറയുന്നത് കോൺഫിഡൻസ് തന്നതും കുറേ പേര് വന്നിട്ട് പറഞ്ഞത് എൻ്റെ വോയിസ് നല്ലതാ, എൻ്റെ നറേഷൻ നല്ലതാ, പറയുന്ന രീതി നല്ലതാ എന്ന് പറഞ്ഞിട്ടാ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് കുറേ പേര് നേരിട്ട് സംസാരിക്കുന്നത് നിന്റെ സൗണ്ട് ഈ സൗണ്ട് കൊണ്ടാണ് നീ പാടുന്നത്, ഇപ്പം കേൾക്കുന്നത് ഈ സൗണ്ട് കൊണ്ടാണ് നീ പാടുന്നത് എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ സൗണ്ട് അല്ല ഞാൻ വോയിസ് നറേഷന് കൊടുക്കുന്നത്. അത് കുറച്ച് മോഡ് മാറ്റിയിട്ട് ആ ഒരു രീതിക്കാണ് ഞാൻ റെക്കോർഡ് ചെയ്തിടുന്നത്. അപ്പം ആ ഒരു വ്യത്യാസം അല്ലെ ആ ഒരു നറേഷൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്. അവർ വന്നിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് നമുക്ക് നല്ലതാണ്. പക്ഷേ എന്നെ അറിയാവുന്ന കുറേ പേര് നമ്മൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ലേ. എനിക്കത് സങ്കടമുണ്ട് കേട്ടോ. നമുക്ക് ഒത്തിരി ഞാൻ വിചാരിച്ചു അയ്യോ ഇവർക്ക് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇവരെന്തായാലും സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിച്ച ഒരു 10 പേര് നമ്മൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ ആ വീഡിയോക്കകത്ത് വന്നിട്ട് എടി കൊള്ളാം എന്ന് പോലും പറയുന്ന ആൾക്കാരില്ല ഗായ്സ്. പക്ഷേ ബാക്കി അറിയാത്തവർ ഒത്തിരി പേര് വന്നിട്ട് പറഞ്ഞു നല്ല വീഡിയോസാണ് ചെയ്യുന്നത്. അതിനൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് ഫോളോവേഴ്സ് കയറിയിട്ടുണ്ട്. ആ ഫോളോവേഴ്സ് പക്ഷേ എനിക്കിപ്പോഴും അറിയത്തില്ല കേട്ടോ. എനിക്കിപ്പോഴും അറിയത്തില്ല എന്ത് കണ്ടന്റ് ഇട്ടാലാണ് നമ്മുടെ ഫോളോവേഴ്സ് ചേഞ്ച് ആവാതെ നിൽക്കുന്നതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ചാടി നിൽക്കുന്നത്. ഈ കണ്ടന്റ് ചാടി നിൽക്കാന്ന് പറയുന്നതിന്റെ റീസൺ അതാണ്. ഞാൻ എൻ്റെ പാറ്റേൺ ശ്രദ്ധിച്ചാൽ അറിയാം. ഞാൻ ഇടുന്ന ഒരു വീഡിയോ അല്ല, ഒരു കണ്ടന്റ് റിലേറ്റഡ് അല്ല. ഞാനിപ്പോൾ ചെയ്യുന്നത് ഡെയിലി വ്ലോഗ് ആകാം, പള്ളി റിലേറ്റഡ് ആകാം, പാട്ടാവാം, ഡാൻസ് ആവാം, അങ്ങനെ ഒരു സ്ഥിരത ഇല്ലാതെ നിൽക്കുന്നത്. പക്ഷേ അത് ഏത് കണ്ടന്റ് അതിൽ ഫോക്കസ് സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നമുക്ക് വഴിയെ ഞാൻ മനസ്സിലാക്കിയിട്ട് ചെയ്യാമെന്ന് കരുതുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് കൂടുതൽ പരിചയപ്പെടണമെന്നുണ്ടെങ്കിൽ Q&A നമ്മൾ ഇൻസ്റ്റാഗ്രാം ത്രൂ ഇടും. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമുക്ക് യൂട്യൂബിൽ ഒന്ന് ഫോക്കസ് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. യൂട്യൂബിൽ ലോങ് വീഡിയോസ് ഫോക്കസ് ചെയ്യാൻ ഞാൻ ഷോർട്സ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ ചെയ്യുന്നത് അത് ഇങ്ങോട്ട് എടുത്തിടും. അല്ലാണ്ട് ലോങ് വീഡിയോസ് നമ്മളൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. ഒരാഴ്ച ഞായറാഴ്ച മാത്രമേ എനിക്ക് ടൈം കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് എപ്പോഴേലും വന്നിട്ട് വീഡിയോസ് ചെയ്തിട്ട് ആ വീഡിയോസിൻ്റെ അതിൽ Q&A അങ്ങനെ കുറച്ച് സംഭവങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഓരോ ആഴ്ച വരുന്ന അപ്ഡേറ്റ്സ് അങ്ങനെ കുറേ സാധനങ്ങൾ ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് വേണം. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആകെ 366 പേരുള്ള സബ്സ്ക്രൈബറിലാണ് ഞാൻ ഈ കിടന്ന് സംസാരിക്കുന്നത്. പക്ഷേ അത് വളരെ കഴിച്ച് എനിക്ക് ഭയങ്കര മീൻസ് എനിക്ക് കോൺഫിഡൻറ്റ് തന്നത് ഇൻസ്റ്റാഗ്രാമാണ്. യൂട്യൂബ് വളരുമെന്ന് എനിക്ക് കോൺഫിഡൻറ്റ് തന്നത് ഇൻസ്റ്റാഗ്രാമാണ്. കാരണം ഇൻസ്റ്റാഗ്രാമിൽ 3-4 വർഷമായിട്ട് 2000 ഫോളോവറെ കിടക്കുന്ന ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ടപ്പേന്ന് കയറി. ആ സാധനം തന്നെ ആ മിറക്കിൾ തന്നെ യൂട്യൂബിൽ സംഭവിക്കുന്ന എനിക്ക് ഉറപ്പാണ്. ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് അത് സംഭവിച്ചേ പറ്റൂ. അപ്പം നമുക്ക് വീണ്ടും കാണാം. നന്ദി. വീണ്ടും വരിക.